എന്തുണ്ട് വിശേഷം? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ആട് 3 മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് വിജയബാബു നിർമ്മിച്ച് നമ്മുടെ ഷാജി പാപ്പാൻ ജയസൂര്യ നായകനായ ചിത്രം. ഒരു രക്ഷയില്ലാത്ത ഓട്ടമാണ്. ഞാൻ ഇത്രമേൽ സത്യം പറഞ്ഞ് പ്രതീക്ഷിച്ചില്ല. ഇത്രമേൽ കളക്ഷൻ മാറാൻ വേണ്ടിയുള്ള പടമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. എന്നാലും ജനങ്ങൾ ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ നമ്മൾ അംഗീകരിച്ചേ പറ്റും. കാരണം ആദ്യ ദിവസം 18 കോടി 1 ലക്ഷം കളക്ട് ചെയ്ത ചിത്രം രണ്ടാമത്തെ ദിവസം കളക്ട് ചെയ്തത് 24 കോടി 66 ലക്ഷം, മൂന്നാമത്തെ ദിവസം കളക്ട് ചെയ്തിരിക്കുന്നത് 23 കോടി 50 ലക്ഷമാണ്. അങ്ങനെ ആദ്യം 66 കോടി 17 ലക്ഷം രൂപയാണ് ഇത് കളക്ട് ചെയ്തത്. ട്രാക്കർമാരുടെ കണക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഔദ്യോഗിക കണക്കും പ്രകാരം 68 കോടി കളക്ട് ചെയ്തു എന്നുള്ളതാണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്നാലും 3 ദിവസം കൊണ്ട് 68 കോടി. അപ്പം ഞായറാഴ്ച പൊളിച്ചടുക്കുകയായിരുന്നു. ഞായറാഴ്ച ദിവസം ഏകദേശം 22 കോടി 23 കോടിയെങ്കിലും നേടിക്കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വമ്പൻ കളക്ഷനായിരുന്നു. അങ്ങനെ ജയസൂര്യയുടെ ചിത്രം 4 ദിവസം കൊണ്ട് ഏകദേശം 90 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. ഒരു 4 ദിവസം കൊണ്ടൊക്കെ മലയാള സിനിമയൊക്കെ 90 കോടിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം അല്ലേ. എമ്പുരാൻ തുടങ്ങിയതിന് ശേഷം വരാന്ത കളക്ഷനിൽ എമ്പുരാൻ്റെ കളക്ഷനൊന്നും തകർക്കാൻ പറ്റിയില്ല. എന്നാലും 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ആട് 3 എന്ന് പറഞ്ഞിട്ട്. ഏകദേശം 4 ദിവസം കൊണ്ട് 90 കോടി കളക്ട് ചെയ്ത ചിത്രമായിട്ട് ആട് 3 മാറിയിരിക്കുന്നു. 1ാം സ്ഥാനത്ത് നമ്മുടെ എമ്പുരാൻ തന്നെയാണ്. 175 കോടിയാണ് 4 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത്. അതുപോലെ തുടരും എന്ന ചിത്രം അതിനുശേഷമുണ്ട്, ലോകയുണ്ട്. ഏതായാലും ആട് 3 2ാം സ്ഥാനത്ത് ചെന്ന് നിൽക്കുന്നു. വമ്പൻ കളക്ഷനുമായിട്ടാണ് ആട് 3 മുന്നേറുന്ന കാഴ്ച കാണുന്നത്. അപ്പം ഞായറാഴ്ച ദിവസം നമ്മൾ പറഞ്ഞില്ലേ, കേരളത്തിൽ നിന്ന് ഇതിൻ്റെ കളക്ഷനും നോക്കുമ്പം വമ്പൻ കളക്ഷൻ തന്നെയാണ്. ഏകദേശം 20 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 20 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം ഇന്നലെ ഞായറാഴ്ച പ്രതീക്ഷിക്കുന്നത് ഏകദേശം 7-7.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ കേരളത്തിൽ നിന്ന് മാത്രമായി 28 കോടിയിലേക്ക് ഈ ചിത്രം എത്തുന്നു എന്നുള്ളതാണ്. ഔദ്യോഗികമായുള്ള കണക്കുകൾ വന്നിട്ടില്ല. അപ്പോൾ 4 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 28 കോടി എത്തുമെന്ന് പറഞ്ഞപ്പോൾ ആ ചിത്രത്തിൻ്റെ പവറൊന്ന് വേറെയാണ്. അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ വമ്പൻ കളക്ഷനാണ്. അപ്പം നമുക്കറിയാം കേരളത്തിൽ നിന്ന് ഏകദേശം 28 കോടി കിട്ടി. 4 ദിവസം കൊണ്ട് 90 കോടി കിട്ടിയെന്ന് പറയുമ്പം ബാക്കിയുള്ളതെല്ലാം വിദേശങ്ങളിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് പവർ എന്ന് പറയുന്നത്. അടുത്ത ഇങ്ങനെ അത്ഭുതങ്ങൾ തീർത്തുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. വിദേശ രാജ്യങ്ങളിലെല്ലാം തിയേറ്ററിൻ്റെ എണ്ണം കൂട്ടുന്നു. അപ്പം വരും ദിവസങ്ങളിലും ഇത് വമ്പൻ കളക്ഷനിലേക്ക് നീങ്ങും എന്ന് 100% ഉറപ്പാണ്. ഇന്ന് തിങ്കളാഴ്ച ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്നെങ്കിലും കളക്ഷൻ കുറയും എന്ന്. ചെറിയ ഇടിവ് നേരിട്ടിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും 5000-6000 ടിക്കറ്റ് മണിക്കൂറിൽ വിറ്റ് മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നുകൊണ്ട് 100 കോടി കടക്കുന്ന ചിത്രമായിട്ട് ആട് 3 മാറുന്നു എന്നുള്ളത്. അപ്പം മലയാള സിനിമയെ സംബന്ധിച്ച് 100 കോടി എന്നുള്ളത് നിസ്സാരമായിട്ട് ഇപ്പോൾ പല ചിത്രങ്ങളും കടക്കുന്നുണ്ട്. അത് ഒരു പ്രവണതയായിട്ട് മാറുന്നുണ്ട്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങളെല്ലാം 100 കോടി കടക്കുന്നു. അത് വളരെ നിസ്സാരം, പെട്ടെന്ന് അല്ലേ. ഇപ്പോഴത്തെ ഉള്ളൊരു പ്രവണത എന്ന് പറഞ്ഞാൽ 5-6 ദിവസം കൊണ്ടൊക്കെ 100 കോടി കടക്കുന്ന ചിത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആട് 3 വമ്പൻ കളക്ഷൻ നേടുന്നു, മുടക്ക് മുതൽ തിരിച്ചു പിടിക്കുന്നു. അതുപോലെ 100 കോടിയും കടന്ന് 200 കോടിയിലേക്കുള്ള യാത്രയിലേക്ക് ആട് 3 എത്തുന്നു. അപ്പോൾ ജയസൂര്യയുടെ പവറും ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ ജയസൂര്യയും 100 കോടി ക്ലബിലേക്ക് ഇടം പിടിക്കുന്നു. ഇനി ഒരു നടൻ കൂടിയേ ഉള്ളൂ 100 കോടി ക്ലബിലേക്ക് ഇടം പിടിക്കാൻ. ആ നടൻ്റെ ആരാധകരെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ആ നടനും 100 കോടിയിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ. കാത്തിരിക്കാം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.